നല്ലൊരു റോഡ് മാത്രം പോരാ, നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചറും പാടി നമുക്ക് ഉണ്ടാവണം. എന്നാൽ പിന്നെ നമ്മളെ നാട്ടിലില്ലേ റോഡൊക്കെ എന്താ പറയാ, നല്ല റോഡൊക്കെ തന്നു, പക്ഷെ ഇതിലെങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. നമ്മൾ പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ഒരു കോമൺ സെൻസിൽ കിട്ടുമല്ലോ. അതൊരു സ്പീഡ് ട്രാക്കാണ് എന്താണെന്ന്. ബൈക്കുകൾ പോണത് ഏത് ട്രാക്കിലാന്ന് നോക്കിയാൽ ഞാൻ പറയട്ടെ, അവിടെ ഞാൻ പല റോട്ടിലൂടെ ദുബായിൽ പല റോട്ടിലൂടെ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു നിയമമുണ്ട്, അതായത് സ്പീഡ് ട്രാക്ക് ഒരു 2-3 ട്രാക്ക് എപ്പോഴും വെച്ചിട്ട് കൊടുക്കണം. അത് സ്പീഡ് ട്രാക്ക് സ്പീഡ് ട്രാക്കിൽ നമ്മളിപ്പോ ഇങ്ങനെ പിടിച്ചു പോണതോ അല്ലെങ്കിൽ അതൊന്നും ശരിയാന്ന് പറയില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ മാറാതെ എല്ലാവർക്കും മാറാൻ കഴിയൂല. ഞാൻ മാത്രം വിചാരിച്ചാൽ എന്താവൂല, ഒന്നും റെഡി ആവൂല. എല്ലാരും വിചാരിക്കണം മാറ്റി കൊടുത്താലോ. എന്തെങ്കിലും അർജന്റുള്ള വണ്ടികൾ അതേമാതിരി സ്പീഡ് പോകുന്ന വണ്ടികളുണ്ടോ അവർക്ക് വഴിമാറി കൊടുക്കണം. അല്ലെങ്കിൽ ഇത്ര ലൈൻ ഉണ്ടായിരുന്നു തേയാത്ത ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോ ആരും കാണുന്നില്ല. ഈ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ റോട്ടുമേൽ പോണതിനെ പറ്റി നല്ലൊരു അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നല്ലോണം വീഡിയോ ചെയ്തിട്ട് ഇഷ്ടംപോലെ കണ്ടന്റിന് ക്ഷാമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഓരോരുത്തരെ താത്തി പറഞ്ഞ് ഒരാളെ പൊന്തിച്ച് ഇറങ്ങി അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരുപാട് ഉണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ട് അറിവുള്ള ഒരാളെ കൂടെ ഇരുന്ന് കണ്ട് ഒരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഇതേമാതിരത്തെ എന്തെങ്കിലും ഡ്രൈവാണ് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാലും എന്താ പറയുക, ആൾക്കാർക്ക് ഒരു നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചറും പാടി ഉണ്ടാവും. നല്ലൊരു റോഡ് മാത്രം പോരാ, നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചറും പാടി നമുക്ക് ഉണ്ടാവണം. എന്നാൽ പിന്നെ നമ്മള് ഈ റൂട്ടിൽ നമുക്ക് ഇപ്പൊ പോണേനെക്കാട്ടി ഉഷാറായിട്ട് പോകാൻ പറ്റും.